ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന് ബഹിർഗമനം ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരും. അപ്പോൾ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മന്ദീഭവിക്കുമെന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ നേരിട്ട് ചിലപ്പോൾ ശരീരത്തിൽ പൊള്ളലേൽക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. തണുത്ത വെള്ളം കൊണ്ട് കഴുകാനും അതുപോലെ തന്നെ തണുത്ത വെള്ളം, നല്ല ശുദ്ധീകരിച്ച വെള്ളം, അധികം തണുത്ത വെള്ളം കഴിക്കാതിരിക്കുന്നതാണ് കുടിക്കുന്നതിന് നല്ലത്. ഇളം ചൂടുള്ള വെള്ളമാണ് എന്ന കാര്യവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ധാരാളം വെള്ളം, ചൂടാക്കി തണിഞ്ഞ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജ്യൂസൊക്കെ കഴിക്കാവുന്നതാണ്. വഴിവക്കിലൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള പാനീയ കടകൾ ഇപ്പോൾ തുറക്കുകയാണ്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കൂടി ഒരു നിർദ്ദേശം കൊടുത്തത് അത്തരം ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലായിരിക്കണം ഈ സമയത്തെന്നാണ്. ആ വിശ്വാസ്യതയിലെടുക്കുന്ന മാത്രമേ അത് കഴിക്കാവുള്ളൂ. അല്ലാതെ എവിടെ നിന്നെങ്കിലും തയ്യാറാക്കുന്ന ഇത്തരം ശീതളപാനീയങ്ങൾ കഴിക്കുന്നത് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകാൻ ഇടയുണ്ട്. ഏതായാലും നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ശുദ്ധജലം നന്നായിട്ട് കഴിക്കണം. ഉപ്പിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് കുറയുന്നതിനാൽ, സോഡിയം കുറയുന്നതിനാൽ നല്ല രീതിയിൽ ഉപ്പ് വെള്ളവും നാരങ്ങാ വെള്ളവും ഒക്കെ ഉപ്പ് ചേർത്തിട്ട് കഴിക്കുന്നതും നന്നായിരിക്കും എന്ന രീതിയിലാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. ഇനിയുള്ള ഒരാഴ്ച ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്.